കുറേ ദിവസമായിട്ട് കയ്യിൽ മൈലാഞ്ചി ഇടണമെന്ന ആഗ്രഹമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീൻ്റെ പറമ്പിൽ പോയിട്ട് മൈലാഞ്ചി നുള്ളണം, പിന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ അതൊക്കെ ഓർത്തിട്ടുള്ള മടി കൊണ്ട് ആ ആഗ്രഹം ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടൂനൊരാഗ്രഹം മുടി കളർ ചെയ്യണമെന്ന്. എന്തായാലും മുടി കളർ ചെയ്യാൻ ചേട്ടനും ചേച്ചി ആരും സമ്മതിക്കത്തില്ല. അപ്പം ഞാനും അമ്മയും പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് മൈലാഞ്ചി പറിച്ചിട്ട് തലയിൽ തേക്കാം, അപ്പം നല്ല കളർ വരുന്നത്. പാവം തിരുമണ്ടൻ അത് വിശ്വസിച്ചേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് മൈലാഞ്ചിയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നന്നാക്കി അമ്മ അത് മിക്സിയിലൊക്കെ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനതെല്ലാം കൂടെ കുറേ എടുത്ത് തലയിൽ പിശുക്കിയിട്ടാണ് കേട്ടോ തലയിൽ വാരി പൊത്തി കൊടുത്തത്. കാരണം ബാക്കി എനിക്കും ചിന്നുവിനും കയ്യിൽ മൈലാഞ്ചി ഇടാം. ആ മൈലാഞ്ചി കണ്ടപ്പോൾ തന്നെ എൻ്റെയും ചിന്നുവിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. കാരണം എന്താ, ഒരു പണി എടുക്കാതെ കുറച്ച് മൈലാഞ്ചി കിട്ടി, ഇനി അത് കയ്യിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ മതി എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ട് അപ്പോൾ കുട്ടു അരമണിക്കൂറൊക്കെ ഇത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് ഈ ആട് കിടന്നിടത്ത് അതിൻ്റെ പൂട പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. മൈലാഞ്ചി ഇട്ടിട്ട് അതിൻ്റെ കളറും ഇല്ല, ഒന്നുമില്ല. ആകെ കുറച്ച് ഇങ്ങനെ പൊടികൾ തലയിലിരിക്കത്തില്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാവത്തിനെ. അപ്പോൾ എന്തായാലും ബാക്കി ഞങ്ങൾ കുറച്ച് ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചിന്നു ഇങ്ങനെ റിമൈൻഡർ തന്നുകൊണ്ടിരുന്നു, അമ്മ ഈ മൈലാഞ്ചി എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണി ആയപ്പോഴത്തേക്ക് അക്കു കാണാതെ ഇടാമെന്ന് കരുതി സിറ്റൗട്ടിൻ്റെ ഒരു മുക്കിൽ ചെന്നിരുന്നിട്ട് കേട്ടോ. ഇവൻ കളിക്കായിരുന്നു, പക്ഷേ എങ്ങനെയോ ഇവൻ കണ്ടുപിടിച്ച് വന്നു. എന്നിട്ട് പിന്നെ ഇവനും ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ ചിന്നുവിനോട് വീമ്പ് പറഞ്ഞു, ഞങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ പണ്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് അമ്മായിക്ക് അവിടെ കുറേ ആൾക്കാരുണ്ട്. ഈ മണ്ടത്തി അതൊക്കെ വിശ്വസിച്ചിട്ട് പിന്നെ ഈ ട്യൂബ് മൈലാഞ്ചി അല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഫുൾ കഴിവ് അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റിയില്ല, എൻ്റെ വെറൈറ്റി ഡിസൈൻസ് ഒന്നും. അത് കാരണം മറ്റേ നമ്മുടെ ഈ കുത്ത് വെച്ചിട്ട് ഞാനൊരു വലിയ കുത്ത്, അതിൻ്റെ ചുറ്റിലും കുഞ്ഞു കുത്ത് അങ്ങനെ വെച്ചിട്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ആ മൈലാഞ്ചിയുടെയൊക്കെ മണ്ണടിച്ചപ്പം ഭയങ്കര ഇഷ്ടമായി. ഒരു ടൈമിൻ്റെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാനും ചിന്നുവും കൂടെ സക്സസ്ഫുള്ളി ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അക്കു ഇടയ്ക്ക് വന്ന് അക്കുവിന് വേണമെന്ന് പറഞ്ഞു, അക്കുവിനും കുറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ബാക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്നുവിനോട് പറഞ്ഞത് അമ്മായിക്ക് തലയിലിടാൻ വേണം, അമ്മായിയുടെ അങ്ങിങ്ങിട്ട് മുടിയൊക്കെ ഇങ്ങനെ നരച്ചു തുടങ്ങി, ചിന്നു ഇത് തലയിലിടാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ കുട്ടൂന് ലാസ്റ്റ് ഞങ്ങൾ ഇതൊക്കെ ഇട്ട് നിന്നപ്പോഴാണ് പറയണത് കുട്ടൂന് ഐഡിയ കത്തിയത്. കാരണം ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതാക്കിയതാണെന്ന്. പക്ഷെ ദോഷം പറയരുതല്ലോ. നമ്മൾ ഈ ട്യൂബ് മൈലാഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നേരം കഴിയുമ്പോൾ എനിക്ക് അതിട്ടിട്ടുണ്ടെങ്കിൽ ഈ കയ്യിൽ ഇങ്ങനെ പോളം വരും കേട്ടോ. പക്ഷേ ഇതിട്ടിട്ട് നല്ലൊരു മണമായിരുന്നു. പിന്നെ ഇട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഞാനും ചിന്നു ശരിക്കും പറഞ്ഞാൽ മൈലാഞ്ചി ഇട്ടിട്ട് നിന്നിട്ടുള്ളൂ. ആ ഒരു ടൈം ആയതുകൊണ്ടും കുളിക്കാനുള്ള ആ ഒരു തിരക്കിലും വിളക്ക് കത്തിക്കണം അങ്ങനത്തെ ആ ഒരു ഇതിൽ പിന്നെ കുറേ നേരം ഞാൻ കിട്ടി വെക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല കളറായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും എന്നിട്ട് ഫോട്ടോ കാണിച്ചു തരാം. നല്ല കളറായിരുന്നു, നല്ല കളറ് കയ്യിൽ. എന്നിട്ട് എന്തായാലും കുറേ ദിവസം ഈ കളർ എന്തായാലും നിൽക്കും. മറ്റേതാകുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോവുമല്ലോ. പക്ഷെ ഇത് നല്ല കയ്യിൽ നല്ല കളറ്, നല്ല മണം. നമുക്ക് ഒരു ഇറിറ്റേഷനും ഇല്ല. മറ്റേതിനൊരു മണമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുത്തു മണമല്ലേ ഉണ്ടാവുക. ഇത് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അക്കൂനാണെങ്കിൽ ഇട്ടത് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പിയാണ് കയ്യിലൊക്കെ അപ്പിയാണെന്ന് പറഞ്ഞിട്ട് കഴുകി